അടുത്ത ജൂൺ മാസത്തിൽ 10ാം ക്ലാസ്സിലേക്ക് പോകേണ്ട ഒരു കുട്ടിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ കുട്ടി 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ക്ലാസ്സിലെ ഫസ്റ്റാണ്. ഏത് വിഷയത്തിൽ പരീക്ഷ നടത്തിയാലും ക്ലാസ്സിൽ 1ാം സ്ഥാനം. അതുപോലെ LSS ജേതാവ്, USS ജേതാവ്, അതുപോലെ നല്ല പേഴ്സണാലിറ്റി, നല്ല അച്ചടക്കം, പാരൻസിന് ഇഷ്ടപ്പെട്ട കുട്ടി അല്ലെങ്കിൽ പാരൻസിന് സമാധാനം, സന്തോഷം, അധ്യാപകർക്ക് ഇഷ്ടപ്പെട്ട കുട്ടി, എല്ലാവരുമായിട്ടും നല്ല ഒരു പെരുമാറ്റം കാര്യങ്ങളും. അതിനുശേഷം 8ാം ക്ലാസ് 9ാം ക്ലാസ് ഈ 2 ക്ലാസ്സുകളിൽ പഠിച്ചപ്പോൾ കുറച്ച് ബാക്കോട്ട് പോയി. ഇതാ ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ 0 ആണ്, ഒന്നുമില്ല. പാരൻസുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഈ പാരൻസ് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു, എല്ലാത്തിനും ഹെൽപ്ഫുൾ ആയിരുന്നു. 8, 9 ക്ലാസ്സുകൾ പഠിച്ചപ്പോൾ പാരൻസ് കുറച്ച് തിരക്കിലായിപ്പോയി, തീരെ നോക്കാൻ കഴിയാതെയായി. കുട്ടി സാഹചര്യത്തിനനുസരിച്ച് മാറി, കുട്ടിക്ക് കമ്പനി കൂടി, കുട്ടികളുടെ സെറ്റ് മാറി, കുട്ടി കളിയിലേക്ക് കൂടുതൽ പോയി. ഇങ്ങനെയൊക്കെ പോയി കുട്ടി ഇപ്പോൾ ഒന്നുമില്ല. പാരൻസ് വളരെ സങ്കടത്തിലാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ പലർക്കും തോന്നും എൻ്റെ കുട്ടിയെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നുള്ളത്. ഒത്തിരി കുട്ടികൾ ഇതേപോലെ ഉണ്ട്. ഇതിൻ്റെ ഉത്തരവാദി കുട്ടികളല്ല, പാരൻസിന്റെ അശ്രദ്ധയാണ്. രക്ഷിതാക്കൾ കുട്ടികളെ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല. ഇതാണ് ഇതിൻ്റെ മെയിൻ റീസൺ. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ നോക്കിയ രീതിയിൽ 8, 9, 10ൽ നിന്നൊക്കെ നോക്കണം. എന്തിനാണ് നമ്മൾ മതിയാക്കുന്നത്? കുട്ടികളെ നോക്കി മതിയാക്കുന്നത് എന്തിനാണ് എല്ലാം കുട്ടികൾക്ക് വിട്ടുകൊടുക്കുന്നത്? പലരുടെയും ഒരു രീതി അങ്ങനെയാണ്. അവൻ അങ്ങനെയാണ് പറഞ്ഞത്, ഇവള് ഇങ്ങനെയാണ് പറഞ്ഞത്. ആയിട്ടില്ല, അവർക്ക് കാര്യങ്ങൾ വിട്ടുകൊടുക്കാനായിട്ടില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ +2 കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രിയൊക്കെ കഴിയുമ്പോഴേക്കാണ് ആ കുട്ടിക്ക് കടിഞ്ഞാണ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാത്തിലും നമ്മൾ പാരൻസ് എന്ന നിലയിൽ നമ്മൾ ഇടപെടണം, ഇല്ലെങ്കിൽ നമുക്ക് പരാജയമായിരിക്കും. ഈ 8, 9 ക്ലാസ്സിൽ നിന്ന് പഠിക്കുമ്പോൾ ഈ കുട്ടി മൊബൈൽ അഡിക്ഷനാണ്. അതുപോലെ ഒരു പേജ് പോലും വായിക്കാത്ത കുട്ടിയാണ്. രക്ഷിതാക്കൾ തിരക്കിലായിപ്പോയി. ഇതാണ് വലിയൊരു വിഷയം വന്നത്. അതുകൊണ്ട് പാരൻസ് തിരിച്ചു വരണം എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഈ രീതിയിലുള്ള ഏത് കുട്ടികളുണ്ടെങ്കിലും പാരൻസാണ് ഉത്തരവാദി. പാരൻസ് ഇതിന് പകരം അടിച്ചിട്ട് കാര്യമില്ല, അവരോട് ചൂടായിട്ട് കാര്യമില്ല. അവരുടെ മുമ്പുള്ള ശീലം തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോഴുള്ള ശീലം അവരിൽ നിന്ന് ഒഴിവാക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് പാരൻസ് മുൻകൈയെടുത്തിറങ്ങണം. പോരായ്മ മൊത്തം ഞാനടക്കമുള്ള പാരൻസാണ്. നമ്മൾ പാരൻസ് എന്നുള്ള ആ ടീമാണ് ഇതിൻ്റെ പരാജയം ഏറ്റെടുക്കേണ്ടത്. കുട്ടികളെ ഇപ്പോൾ ഇത്തവണ കൂടി ശ്രദ്ധിച്ചില്ല എങ്കിൽ കുട്ടി പരാജയത്തിൻ്റെ പടുകുയിലായി പോകും. അത് ശ്രദ്ധിക്കണം. അത്തരത്തിലൊരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏപ്രിൽ 30 ജിം ഓഡിറ്റോറിയത്തിൽ വെച്ച് 10 മണി മുതൽ 1 മണി വരെ ഒരു സെഷൻ ഉണ്ട്. അതിൽ ഈ കുട്ടികളുടെ വായന, മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതുപോലെ പാരൻസ് എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏത് രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്യണം, ഇവരെങ്ങനെയാണ് ശരിയാക്കി കൊണ്ടുവരേണ്ടത് ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അന്നേ ദിവസം മറക്കാതെ ഈ പരിപാടിയിലേക്ക് വരിക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഈ കുട്ടി ജനിക്കുമ്പോൾ, നമ്മളുടെ കുട്ടി മോളാവട്ടെ മോനാവട്ടെ ജനിക്കുമ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവരെ വളർത്തിയത്. ചില സമയങ്ങളിലൊക്കെ നമ്മൾ 4 മണിക്കൂർ 3 മണിക്കൂർ ഉറങ്ങുന്ന സമയം ഉണ്ടാവും. ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഉമ്മ എന്ന നിലയിൽ നിങ്ങൾ എത്രയോ രാവിലെ മുതൽ രാത്രിയോളം ഇവരെ നോക്കി ഉറക്കം ഒഴിവാക്കി 1, 2, 3 മണിക്കൂർ ഉറങ്ങുന്ന ഇതൊക്കെ ഈ കുട്ടിയെ ആണ് നിങ്ങൾ നോക്കിയിരുന്നത്. ഇപ്പോൾ അരമണിക്കൂർ പോലും ഈ കുട്ടിയെ നിങ്ങൾ നോക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് അവർ പരാജയപ്പെട്ടത്. അവർ ചെറിയ കുട്ടികളാണ്, അത് നിങ്ങൾ മനസ്സിലാക്കി. അവർക്ക് ഇതിൻ്റെ ഒരു പക്വത എത്തി എന്ന ലെവലിൽ എത്തുമ്പോഴേ, ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴേ ഇവരെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുള്ളൂ. ഇപ്പം അവരൊക്കെ അവിടെയാണ് പഠിക്കണത്, എന്നാൽ അവൾ അവിടെയും പഠിക്കട്ടെ, ഇവരൊക്കെ എവിടെയാണ് പഠിക്കുന്നത്, ഇവൻ ഇവിടെ പഠിക്കട്ടെ, അങ്ങനെ എല്ലാം കുട്ടികൾക്ക് വിട്ടുകൊടുക്കല്ലേ. അതുകൊണ്ടൊക്കെയാണ് ഈ പ്രശ്നം വരുന്നത്. കുട്ടികളെ നിങ്ങളെ കൺട്രോളിൽ തന്നെ പോകണം. അതിൻ്റെ അർത്ഥം സ്ട്രിക്റ്റ് ആക്കുക അല്ലെങ്കിൽ വടിയെടുക്കുക എന്നുള്ളതല്ല. അല്ലാതെ തന്നെ അവരെ കൂട്ടിപ്പിടിച്ചിട്ടൊരു പോക്കുണ്ട്, അതിലവർ ഓക്കെ ആയിരിക്കും. അപ്പം അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ വെക്കുന്നത്. ഞാനൊരു പാരൻറ്റിനോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ബുധനാഴ്ച വരണം. അപ്പം എന്നോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ജീവിക്കുന്നത് തന്നെ എല്ലാം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ എന്തിനാണ് ഈ തിരക്ക്? നമുക്കല്ല, നമ്മുടെ മക്കൾക്കും അല്ല, വേറെ ആർക്കോ വേണ്ടിയിട്ടാണ് ഈ തിരക്ക്. അതുകൊണ്ട് ഈ ബുധനാഴ്ച
ഏപ്രിൽ 30 ഉച്ചവരെ 10 മണി മുതൽ 1 മണി വരെ ഇത്രയും നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മളെ സമയം നമ്മളുടെ സാമ്പത്തികം ഒക്കെ മാറ്റിവെച്ച സ്ഥിതിക്ക് ഈ ഒരു 3 മണിക്കൂർ നിങ്ങളത് മാറ്റിവെക്കുക. നിങ്ങളെല്ലാവരും ആ ഒരു പരിപാടിയിലേക്ക് വരിക. നിങ്ങളെല്ലാവരും അത് ശരിക്ക് കേൾക്കുക. ആ ഒരു ചർച്ച അല്ലെങ്കിൽ ആ ഒരു കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ കേൾക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ വർഷം ചെയ്തു കൊടുക്കുക. അത് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് കൊറോണയ്ക്ക് ശേഷം നമ്മൾ കുട്ടികൾക്കെല്ലാം വിട്ടുകൊടുത്ത് കുട്ടികളെ ശീലമാക്കി പല കുട്ടികളും ഒന്നും അറിയാത്ത കുട്ടികളപ്പോൾ പല കുട്ടികൾക്കും ഒന്നും അറിയില്ല. അവരോട് എഴുതാൻ പറയുമ്പോഴും വായിക്കാൻ പറയുമ്പോൾ അവർക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ആ സെഷനിലേക്ക് വരിക. എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എല്ലാ പേരൻസും ആ പരിപാടിയിലേക്ക് വരണം. അത് ശരിക്ക് കേട്ട് വേണ്ട തീരുമാനങ്ങൾ എടുത്ത് മക്കളെ വിജയവഴിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഏപ്രിൽ 30 ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ. ഓക്കെ, എല്ലാവരും 10 മണിക്ക് എത്തുക. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു ആൾ.